എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയദശമി ആശംസകൾ. നമുക്ക് അരിത്മെറ്റിക് സീക്വൻസിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക് കടക്കാം. നോക്കുക, അതിൽ പേജ് നമ്പർ 35 ആണ് എടുക്കുന്നത്. നിങ്ങൾ പേജ് നമ്പർ 35 എടുക്കുക. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 25 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസസ് ബിലോ. താഴെ 5 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 11, 22, 33 അങ്ങനെ പോകുന്നൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ആ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ആദ്യത്തെ 25 ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് 25 ടേംസിൻ്റെ സം. ഓക്കെ, എങ്ങനെയാണ് നോക്കാം. 11, 22, 33 അങ്ങനെ പോകുന്നു. ഇതിൻ്റെ ഫസ്റ്റ് 25 ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ A = 11. ഇനി അടുത്ത എത്ര ടേംസിൻ്റെ സമ്മാണ്? 25 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. N എത്ര? 25. ഇനി അങ്ങനെ വരുമ്പോൾ എന്താ കോമൺ ഡിഫറൻസ് കാണാം. സെക്കൻഡ് ടൈമിൽ നിന്ന് ഏത് മൈനസ് ചെയ്യുക? ഫസ്റ്റ് അല്ലേ? 22 - 11. അപ്പോൾ 22 നിന്ന് 11 മൈനസ് ചെയ്യുമ്പോൾ ഇത് കിട്ടും, 11 കിട്ടും. സം കണ്ടുപിടിക്കേണ്ട ഫോർമുല n/2 ഇൻറ്റു എന്താണ്? 2a + n - 1 ഇൻറ്റു d = n. കോമൺ ഡിഫറൻസ് അല്ല, നമ്പർ ഓഫ് ടേംസ് എന്താണ്? നമ്പർ ഓഫ് ടേംസ് 25 / 2 ഇൻറ്റു 2 ഇൻറ്റു a ഇവിടെ എത്ര? 11 പ്ലസ് നമ്പർ ഓഫ് ടേംസ് എത്ര? 25 മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ്? 11. 25/2 ഇൻറ്റു 2 ഇൻറ്റു 11 22 പ്ലസ് 25 മൈനസ് 1 24. 24 ഇൻറ്റു 11. 24നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 264. 264. ഇനി 25/2 ഇൻറ്റു രണ്ടും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ തൊട്ട് 286. 143. ഇനി 25 14 അല്ലേ? 143 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അത്ര കിട്ടുന്ന ആൻസർ 3575. ഇതാണ് ഇവിടുത്തെ ആൻസർ. 3575. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യത്തെ നമ്മൾ എത്ര ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിച്ച്? 25 ടേംസിൻ്റെ സമ്മാണ്. അതിൽ ഫസ്റ്റ് ടേം എഴുതി. എത്ര? 11. നമ്പർ ടേംസ് എന്താണ്? 25. കോമൺ ഡിഫറൻസ് കിട്ടി, 11 കിട്ടി. ആൻഡ് എന്ന് പറയുന്ന സംഭവം ഓർത്ത് വയ്ക്കുക. ഞാനത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആൻഡ് AND. എ എന്താണ്? ഫസ്റ്റ് ടേം. N എന്താണ്? നമ്പർ ഓഫ് ടേംസ്. D എന്താണ്? കോമൺ ഡിഫറൻസ്. അപ്പോൾ 3575 ആണ് ഇതിൻ്റെ ആൻസർ. ഇനി നമുക്ക് അടുത്ത 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 4 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ചെയ്തോളൂ, വീട്ടിലും ചെയ്യുക. ഇതിൻ്റെ അതേപോലെ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ സമയം നമുക്ക് വേസ്റ്റ് ആക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ദ ഫസ്റ്റ് 20 terms and the next 20 terms of the arithmetic sequence 6, 10, 14. 6, 10, 14 അങ്ങനെ പോകുന്നു ഒരു അരിത്മെറ്റിക് സീക്വൻസ്. ഈ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് 20 ടേംസിൻ്റെ സം നമുക്ക് ആദ്യം കണ്ടുപിടിക്കും. അപ്പോൾ A = എത്ര? 6. നമ്പർ ഓഫ് ടേംസ് എത്ര? 20 20 ആണ്. ഇനി അടുത്ത് D കോമൺ ഡിഫറൻസ് എന്താണ്? 10 - 6 = 4. നമുക്ക് S കണ്ടുപിടിക്കാം. S = n/2 ഇൻറ്റു 2a + n - 1 ഇൻറ്റു d. ഇവിടെ നമ്പർ ഓഫ് ടേംസ് എത്ര? 20/2 ഇൻറ്റു 2 ഇൻറ്റു a ഇവിടെ എത്ര? 6 പ്ലസ് n എത്രയാണ്? 20 മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്ര? 4. 20/2 ഇൻറ്റു 2 ഇൻറ്റു 6. 2 ഇൻറ്റു 6 എത്ര? 12 പ്ലസ് 20 മൈനസ് 1 19. 19 ഇൻറ്റു 4 76. 20/2 ഇൻറ്റു 12 പ്ലസ് 76 എത്ര? 88. 8 എത്ര കിട്ടും? 4 4 അല്ലേ? അപ്പോൾ 28 44 അല്ലേ? 44 അല്ലേ? അപ്പോൾ 44 × 20. അതിനേക്കാൾ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഒരു എളുപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 20
ഇൻറ്റു 88. 8 + 3 10 അല്ലേ? 8 8 0 കണ്ടോ? ഇതാണ് ആൻസർ. ഇങ്ങനെ എളുപ്പം അല്ലേ? ഒരു മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഒഴിവാക്കാം. ഇതിനെ വെട്ടുന്നതിന് പകരം ഇതിനെ ഹാഫ് എടുക്കുക അല്ലേ? എന്നിട്ട് 10 ഒരു 0 ചേർക്കുക. 880. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഫസ്റ്റ് 20 ടേംസിൻ്റെ സം നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത ഒരു കാര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വീണ്ടും അടുത്ത നെക്സ്റ്റ് 20 ടേംസിൻ്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പോൾ 20 കഴിഞ്ഞ് അടുത്ത 21 മുതൽ ഏതുവരെയുള്ള 40 വരെയുള്ള അത്രയും ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 21st ടേം മുതൽ എത്ര 14th ടേം വരെയുള്ള അല്ലേ, അതിനിടയ്ക്ക് വരുന്ന എല്ലാ ടേംസിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് 21st ടേം കണ്ടുപിടിക്കാം. The 21st term. First term is equal to, നമ്മൾ എന്താണ് എളുപ്പം വഴി പറഞ്ഞിരുന്നു. 5th ടേം ആണെങ്കിൽ എന്ത് പറയും? a + 4d. 7th ടേം ആണെങ്കിൽ a + 6d. അതുപോലെ 21st ടേം ആണെങ്കിൽ എന്ത് പറയും? a + 20d. a + 20d. a ഫസ്റ്റ് ടേം എന്താണ്? 6 + 20 ഇൻറ്റു ഡി. കോമൺ ഡിഫറൻസ് എത്രയാണ് പറഞ്ഞിരിക്കുന്നു? 4 അല്ലേ? അപ്പോൾ 6 + 20 ഇൻറ്റു 4 എത്ര? 80. അപ്പോൾ എത്ര? 86. നമുക്ക് അപ്പോൾ 21ാമത്തെ പദമാണ് എത്ര കിട്ടിയത്? 86 കിട്ടിയത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള 20ാമത്തെ ടേം എന്തായിരിക്കും? 86 ഏത് മൈനസ് ചെയ്യാം? അതിൻ്റെ കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ പോരെ? അപ്പോൾ എത്ര കിട്ടും? 86 4 പോകുമ്പോൾ എത്ര കിട്ടും? 82. ഇനി കണ്ടുപിടിക്കേണ്ടത് എത്ര? 14th ടേം ആണ്. 14th ടേം ടേം ഇസ് ഈക്വൽ ടു എന്താണ്? a + 39d അല്ലേ? അപ്പോൾ a ഫസ്റ്റ് ടേം എന്താണ്? 6 + 39 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്താണ്? 4. അപ്പോൾ 6 + 39 ഇൻറ്റു 4 എത്ര? 156. അപ്പോൾ എത്ര കിട്ടും? 162. ഇനി ചെയ്യേണ്ടത് ഇനി ഏതിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്? 21st ടേം മുതൽ 14th ടേം വരെയുള്ള അല്ലേ? 162 വരെയുള്ള 21st ടേം മുതൽ 86 ആണ്. അപ്പോൾ 86 അങ്ങനെ തുടങ്ങി ഏതിൽ അവസാനിക്കും? 162 അവസാനിക്കും. ഇത് മുതൽ ഇതുവരെയുള്ള ടേംസിൻ്റെയാണ് ആണല്ലോ. അപ്പോൾ 86 കഴിഞ്ഞ് അടുത്ത ടേം ഏതായിരിക്കും? അതിൻ്റെ കൂടെ 4 ആഡ് ചെയ്യുക. അപ്പോൾ അത്ര 90 അങ്ങനെ പോകും അല്ലേ? അപ്പോൾ 86 90 മുതൽ ഏതുവരെയുള്ളത്? 162 അതുവരെയുള്ള അത്രയും ടേംസിൻ്റെ സം കണ്ടുപിടിക്കുക. അപ്പോൾ വീണ്ടും s = n/2 ഇൻറ്റു അവിടെ t1 + t എന്ന് എഴുതണ്ട. എത്ര എഴുതേണ്ടത്? t21. എന്താ എഴുതേണ്ടത്? t21 + t40. മനസ്സിലായോ? എത്ര മുതൽ എത്ര വരെ? 21 മുതൽ ഏതുവരെയാണ്? 40 വരെയുള്ള. അപ്പോൾ നമ്മൾ ആദ്യം എഴുതിയ ഫോർമുല ഏതായിരുന്നു? s = എന്താണ്? n/2 ഇൻറ്റു 2a + n - 1 ഇൻറ്റു d അല്ലേ? ഈ ഫോർമുലയാണ് നമ്മൾ നേരത്തെ s കണ്ടുപിടിക്കാൻ ഉപയോഗിച്ചത്. പക്ഷേ ഇവിടെ നമുക്ക് ഇങ്ങനെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ഫോർമുല അപ്ലൈ ചെയ്തു? n/2 ഇൻറ്റു t21 + t40. എന്തുകൊണ്ടാണ് 21 എടുത്തത്? ആദ്യത്തെ 20 ടേംസ് കഴിഞ്ഞാൽ അടുത്ത തുടങ്ങുന്ന ഏത് മുതൽ ഏത് വരെയുള്ളത്? 21 മുതൽ 40 വരെയുള്ള ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് t1 + tn പകരം എന്ത് കൊടുത്തത്? t21 + t40 കൊടുത്തത്. അപ്പോൾ ഇവിടെ നമ്പർ ടേംസ് ഇവിടെ എത്ര കണ്ടുപിടിക്കേണ്ടത്? 20 ആണ്. 20 ടേംസിൻ്റെയാണ് അല്ലേ? 20/2 ഇൻറ്റു t21 എത്ര? 86 + t40 എത്രയാണ്? 162 = 20/2 ഇൻറ്റു 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 162 + 86 248. നമുക്ക് ഇത് വിട്ടാം. അപ്പോൾ 10 ഇവിടെ എന്ത് ചെയ്താൽ മതി? 2480.
കണ്ടല്ലോ, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വരെ എന്ത് കൊടുത്താൽ മതി? 2 4, അതിനോട് ഒരു 0 ചേർത്താൽ. അപ്പോൾ ഇതാണ് ഇതുപോലെ ഇതിലുള്ള ടേംസിൻ്റെ സം എന്ന് പറയുന്നത്. ഇനി കണ്ടുപിടിക്കേണ്ടത് ഈ രണ്ട് സം കണ്ടുപിടിച്ചു അല്ലേ? ആദ്യത്തെ 20 ടേംസിൻ്റെ സമം, പിന്നെ അത് കഴിഞ്ഞ് 21 മുതൽ ഏതുവരെയുള്ള 40 വരെയുള്ള ടേംസിൻ്റെ സമം നമ്മൾ കണ്ടുപിടിച്ചു. ആദ്യം 1 മുതൽ 20 ടേംസിൻ്റെ സമം എത്രയായിരുന്നു? 880. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് എന്താണ്? 21 മുതൽ 40 ടേംസിൻ്റെ സമം എത്രയാണ്? 2480. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ആദ്യം കാണാം. 2480 മൈനസ് 880. അപ്പോൾ 1000 ഡിഫറൻസ് ഏതാണ്? 1600. അപ്പോൾ നമുക്ക് എഴുതേണ്ടത് ഇതാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഫസ്റ്റ് 20 ടേംസിൻ്റെയും നെക്സ്റ്റ് 20 ടേംസിൻ്റെയും ഡിഫറൻസ്. ആ ഡിഫറൻസ് നമുക്ക് എങ്ങനെ പറയാം? The sum of the second 20 terms is greater by എത്രയാണ്? 1600 ഏതിനേക്കാൾ? than the sum of the first 20 terms എന്നെഴുതുക. ഇത്ര എഴുതിയാൽ മനസ്സിലായല്ലോ എന്താ പറയേണ്ടത്? The sum of the second 20 terms is greater by 1600 than the sum of the first 20 terms. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം നോക്കാം. അടുത്ത ദിവസത്തിലെ calculate the difference between the sum of the first 20 terms of the arithmetic sequence 6, 10, 14 and the 15 and 15, 19, 23. സെയിം തന്നെയാണ്, ഇതേപോലെ കണ്ടുപിടിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ഓൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 9 എന്നാണ്. അപ്പോൾ 9ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് ഏത് മുതൽ ഏതിലുള്ള, അത് 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. അപ്പോൾ 3 ഡിജിറ്റ് നമ്പർ തുടങ്ങുന്നത് 99 2 ഡിജിറ്റ് നമ്പർ, 98 2 ഡിജിറ്റ് നമ്പർ, 99 2 ഡിജിറ്റ് നമ്പർ തുടങ്ങുന്ന ഏതിലാണ്? 100ലാണ് തുടങ്ങുന്നത്. 100, 101, 102, 103 അങ്ങനെ തുടങ്ങി അങ്ങനെ പോയി ഏതിൽ അവസാനിക്കും? 999 അല്ലേ? 999 എത്ര ഡിജിറ്റാണ് ഉള്ളത്? 3 ഡിജിറ്റാണ്. അത് കഴിഞ്ഞ് അടുത്ത വരുന്ന നമ്പർ ഏതാണ്? 1000 എത്ര ഡിജിറ്റ് ഉണ്ട്? 4 അല്ലേ? 1000 എത്ര ഡിജിറ്റ് ഉണ്ട്? 4 ഡിജിറ്റ്. അപ്പോൾ അതല്ല, 100 മുതൽ നമുക്കൊരു 999 വരെ നമുക്ക് നോക്കാം. 100 മുതൽ 999 വരെ കാണുമ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് 100 എടുക്കാം. 100ൽ എന്താണ്? 9ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ 9 കൊണ്ട് നോക്കാം. ഇവിടെ റിമൈൻഡർ എത്ര വന്നു? 1 വന്നു. നമുക്ക് 100നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോയിരുന്നുവെങ്കിൽ ഇവിടെ എത്ര വന്നേനെ? 0 വന്നേനെ അല്ലേ? അതായത് 100 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരുന്നുവെങ്കിൽ ഇവിടെ റിമൈൻഡർ എന്ത് വന്നേനെ? 0 വന്നേനെ. അപ്പോൾ 0 വന്നില്ല, അതിന് വരെ റിമൈൻഡർ എത്ര വന്നു? 1 വന്നു. അപ്പോൾ ഇത് നമുക്ക് എന്താക്കാം? ഇതിന് 9 ആക്കണം. 1 + 8, അപ്പോൾ 9 ആയി. അപ്പോൾ അതിനോട് ഈ 8 എവിടെ കൂടെ ആഡ് ചെയ്യാം? 100 + 8 അല്ലേ? അപ്പോൾ ഇത് എത്രയായിട്ട് മാറി? 108. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നതാണ് 108. ഇനി അടുത്ത ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞിരിക്കുന്നു 999. നമ്മൾ വെറുതെ എഴുതിയതാണ്, നമുക്ക് നോക്കാം. 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്, നമുക്ക് നോക്കാം അല്ലേ? 9 9 1 ടൈം, 9 1 ടൈം, 9 1 ടൈം ആണ് അല്ലേ? 111. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നു? റിമൈൻഡർ വരും 0. അപ്പോൾ ഇതിൻ്റെ 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? 999. ഇനി ഇത് ഏതിൻ്റെ മൾട്ടിപ്പിൾസ് ആണ്? ഈ പറഞ്ഞിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം 9ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ? അപ്പോൾ 9ൻ്റെ മൾട്ടിപ്പിൾസ് നമുക്കറിയാം. 9 പിന്നെന്താണ്? 18, പിന്നെന്താണ്? 27, 36, 45 എന്ന് പറഞ്ഞു പോകുന്ന എല്ലാം എന്താണ്? 9ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. ഈ 9ൻ്റെ മൾട്ടിപ്പിൾസിലെ അതിൻ്റെ കോമൺ ഡിഫറൻസ് 9ൻ്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? 9 ആയിരിക്കും. 6ൻ്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? 6 ആയിരിക്കും. ഇപ്പോൾ 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ അതിൻ്റെ കോമൺ ഡിഫറൻസ് എല്ലാം എന്തായിരിക്കും? 5 ആയിരിക്കും അല്ലേ? ആണല്ലോ. അതുപോലെ ഇവിടെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? 9. എന്തുകൊണ്ടാണ്?
ഇതെല്ലാം ഏതിൻ്റെ മൾട്ടിപ്പിൾസ് ആണ്? 9ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ T1 എന്താണ് 108, T എന്നതാണ് 999, D കോമൺ ഡിഫറൻസ് എന്താണ് 9 കിട്ടി. ഇനി ഇവിടെ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ സം ഓഫ് ഓൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഏത് മുതൽ ഏത് വരെ? 108 മുതൽ 999 വരെയുള്ളത്. ഇത് ഞാൻ വെറുതെ ഇട്ട് നോക്കിയതാണ് കണ്ടുപിടിക്കാനായിട്ട് കേട്ടോ. ഇതിലുള്ള എത്ര ഈ 9ൻ്റെ എല്ലാ മൾട്ടിപ്പിൾസിൻ്റെ സമ്മാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് നമുക്ക് D എഴുതിയിട്ടുണ്ട്. T1 എന്താണ് 108, T എന്നതാണ് 999. ഇനി എന്താണ് ഇതിനകത്ത് എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പം നമ്പർ ഓഫ് ടേംസ് n എത്ര? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ലാസ്റ്റ് ടേം എന്താണ് 999 മൈനസ് T1 എന്താണ് 108 ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് 9 പ്ലസ് 1. ഇതിൽ നിന്ന് മൈനസ് ഇപ്പോൾ എത്ര കിട്ടും? 999ൽ നിന്ന് 108 മൈനസ് ചെയ്യാം. 891 ഡിവൈഡ് ബൈ 9. പിന്നെ ഇവിടെ എന്തുകൊണ്ട്? ഒരു പ്ലസ് 1. നമുക്ക് വെട്ടി ചെയ്യാം. 9 കൊണ്ടല്ലേ 18ൽ 9 എത്ര? 9 ടൈംസ് 81, ബാക്കി എത്ര? 8. 81ൽ വീണ്ടും 9 എത്ര? 9 ടൈംസ് 99 പ്ലസ് 1. അപ്പോൾ ഇവിടെ എത്ര? 100. മനസ്സിലായി? അപ്പോൾ ഇവിടെ എത്ര ആൻസർ നമുക്ക് കിട്ടിയത്? 100 ആണ്. അപ്പോൾ ഇതിന് 108 മുതൽ 999 വരെ 100 പദങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. എത്ര ടേംസ് ആണുള്ളത്? 100 ടേംസ് ആണ്. ഏതിനകത്ത്? ഏത് മുതൽ ഏത് വരെ? 108 മുതൽ ഏതാണ് 990 വരെ. എന്തായിട്ട്? 3 ഡിജിറ്റ് നമ്പറുള്ള എന്തിൻ്റെ മൾട്ടിപ്പിൾസ് ആണ്? 9ൻ്റെ മൾട്ടിപ്പിൾസ്. അപ്പോൾ ഇനി അത്രയും ടേംസിൻ്റെ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല നമുക്ക് ഏത് സെലക്ട് ചെയ്യാം? n/2 × 2a + n-1 × d വേണോ, അല്ലെ n/2 × T1 + Tn വേണോ എന്ന് നമുക്ക് നോക്കാം. എന്താണ്? n/2 × 2a + n-1 × d വേണോ, അല്ലേ പിന്നെ എന്താണ് n/2 × T1 + Tn വേണോ? n ഉണ്ട്, T1 ഉണ്ട്, Tn ഉണ്ട്. T1 Tn ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഇത് തന്നെ നമുക്ക് എടുക്കാം. അപ്പം നമ്പർ ഓഫ് ടേംസ് എത്ര പറഞ്ഞിരിക്കുന്നു? ഇവിടെ എത്ര കിട്ടി? 100 ഡിവൈഡ് ബൈ 2 ഇൻറ്റു T1 + Tn. T1 എത്ര? 108. ലാസ്റ്റ് ടേം എന്താണ്? 999. 100 ഡിവൈഡ് ബൈ 2 ഇൻറ്റു രണ്ടിൻ്റെ കൂടെ സം കണ്ടുപിടിക്കുക. അല്ലേ 1107. ഇതിൻ്റെ ഹാഫ് എടുക്കാം അല്ലേ 50. ഇനി എന്താണ്? 1107 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടിയ ആൻസർ? 5350. 5350 ഇതിൻ്റെ ആൻസർ. ആയിക്കോളൂ. അടുത്ത വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദ എക്സ്പ്രഷൻസ് ഫോർ ദ സം ടു n ടേംസ് അല്ലേ. സം ടു n ടേംസ് എന്നാണ് തന്നിരിക്കുന്നത്. ഓഫ് സം അരിത്മെറ്റിക് സീക്വൻസസ് ആർ ഗിവൺ ബിലോ. അപ്പോൾ സമ്മാണ് തന്നിരിക്കുന്നു. എത്ര? n ടേംസിൻ്റെ സമ്മാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? n² + 2n എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യേണ്ടത് ഇതിൻ്റെ എന്താ? ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ ദ nth ടേം ഓഫ് ഈച്ച് എന്നാണ് അല്ലേ. ഓരോ nth ടേമിൻ്റെയും എക്സ്പ്രഷൻ അല്ലേ. ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ ദ nth ടേം ഓഫ് ഈച്ച് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? നമുക്ക് ആദ്യം Sn = n² + 2n. S1 = 1² + 2 × 1. 1² എത്ര? 1 + 2 × 1 എത്ര? 2 = 3. ഇനി അടുത്ത് S2 കണ്ടുപിടിക്കാം. 2² + 2 × 2 ആണ്. 2² എത്ര? 4. 4 + 2 × 4 2 × 2 4 പ്ലസ് അല്ലേ 4 + 4 എത്ര? 8. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഇങ്ങനല്ല 3,8 എന്നല്ല സംഭവം. അതായത്
ഈ രണ്ടാമത് കിട്ടിയിരിക്കുന്നത് 2 ടേംസിൻ്റെ സമ്മെന്നാണ്. എത്ര ടേംസിൻ്റെ സമ്മാണ്? 2 ടേംസിൻ്റെ സമ്മാണ്. അത് ഏതൊക്കെയാണ് ആ ടേംസ്? ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. 3യോട് കൂടി ഏതോ ഒരു ടേം ആഡ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത് 8 കിട്ടുന്നത്. ഏതായിരിക്കും ആ നമ്പർ? 5 അല്ലേ? ആ ടേം അതാണ് 5. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഫസ്റ്റ് ടേം നിങ്ങൾ ഇങ്ങനെ എഴുതുക. T1 ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? സെയിം. ഏതാണ്? 3. T2 ഈസ് ഈക്വൽ ടു ഈ 2 ടേമിൻ്റെ സമയിൽ നിന്ന് ഏത് മൈനസ് ചെയ്യണം? എസ് അല്ലേ? S2 നിന്ന് ഏത് മൈനസ് ചെയ്യുക? S1. അപ്പോൾ 8 മൈനസ് എത്ര? 3 ഈസ് ഈക്വൽ ടു 5. ശ്രദ്ധിക്കുക, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യം ഇത് കണ്ടുപിടിക്കുക, രണ്ടാമത് കണ്ടുപിടിക്കുക. ഇനി അപ്പോൾ ഈ ഒന്നാമത് കണ്ടുപിടിക്കുന്നത് തന്നെയാണ് എൻ്റെ ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇത് തമ്മിലെ ഡിഫറൻസ് കാണുക. ഏതാണ്? 8 നിന്ന് ഏത് മൈനസ് ചെയ്യണം? 3 മൈനസ് ചെയ്യണം അല്ലേ? അപ്പോൾ അത് കിട്ടും 5 കിട്ടും. അപ്പോൾ T1 3, T2 എന്താണ്? 5. അപ്പോൾ അങ്ങനെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എന്തായിരിക്കും? T1 എന്താണ്? 3, സെക്കൻഡ് ടേം എന്താണ്? 5, ഡിഫറൻസ് എന്താണ്? 2, 7, 9 അങ്ങനെ പോകുന്നു. ഇനി ഇതിൽ കണ്ടുപിടിക്കേണ്ടതിൻ്റെ nth ടേം Tn ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് nth ടേം? nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല Tn is equal to a plus n minus 1 into d ആണ്. a ഫസ്റ്റ് ടേം എന്താണ്? 3 പ്ലസ് നമ്പർ ടേംസ് n അറിഞ്ഞൂടാ മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്താണ്? 2. അപ്പോൾ 3 പ്ലസ് 2 ഇൻറ്റു n 2 ഇൻറ്റു മൈനസ് 1 മൈനസ് 2. ആദ്യം 2n എഴുതുക. ഇനി 3 മൈനസ് 2 എന്താണ്? 1 ഗ്രേറ്റർ ദാൻ പ്ലസ്. ഇതാണ് എൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? അപ്പോൾ 2n + 1 ആണ് നമുക്ക് ആൻസർ. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത് 2n² + n വേണ്ട, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താണ്? n² - 2n. n² - 2n. n² - 2n. അവിടെ നമുക്ക് കൊടുക്കാം Sn അല്ലേ? n² - 2n. അടുത്ത് S1 = 1² - 2 × 1. n എവിടെയുണ്ടോ അവിടെയൊക്കെ കൊടുക്കുക 1 കൊടുക്കുക അല്ലേ? ഇവിടെ 1² n ഇതാണ് പോട്ടെ. 1² എന്താണ്? 1 - 2 × 1 എന്താണ്? 2. 2 - 1 എത്രയാണ്? 1. വലുതിൻ്റെ സൈഡ് മൈനസ്. അപ്പോൾ ആദ്യത്തെ നമ്പർ എന്ത് കിട്ടി? -1 കിട്ടി. S1 തന്നെയാണ് T1 എന്ന് പറയുന്നത് ഓർത്തോളാം. ഇനി അടുത്ത S2 കണ്ടുപിടിക്കാം. അപ്പോൾ എന്നിന് വരെ കൊടുക്കുക 2 കൊടുക്കുക. 2² - 2 × 2 ആണ്. അപ്പോൾ 2² എന്താണ്? 4 - 4. അപ്പോൾ എന്നിട്ട് ഇവിടെ 0 അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഫസ്റ്റ് ടേം T1 എന്ന് പറയുന്നത് എന്താണ്? T1 ഈസ് ഈക്വൽ ടു എത്ര തന്നെയാണ്? -1. ഇനി T2 ഈസ് ഈക്വൽ ടു ഇതിൽ നിന്ന് ഏത് മൈനസ് ചെയ്യണം? ഇത് മൈനസ് ചെയ്യണം. 0 മൈനസ് എന്താണ്? സെക്കൻഡ് ടേം കാണാനാണ്. 0 മൈനസ് എന്താണ്? 0യിൽ നിന്ന് ഏത് മൈനസ് ചെയ്യുക? -1. അപ്പോൾ അത് കിട്ടും 0 + 1 മൈനസ് പ്ലസ് ആയി. അപ്പോൾ അത് കിട്ടും 1 കിട്ടും അല്ലേ? അപ്പോൾ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 1 ആണ്. നമുക്ക് ഇത് വെച്ചിട്ട് അരിത്തമെറ്റിക് സീക്വൻസ് തയ്യാറാക്കാം. -1 അടുത്തെന്താണ്? 1. അടുത്തെന്തായിരിക്കും? അടുത്ത നമ്പർ എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് കണ്ടില്ല അല്ലേ? അപ്പോൾ ഡിഫറൻസ് കാണണം. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യാം. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യണം അല്ലേ? T2 - T1. അതായത് സെക്കൻഡ് ടേം 1 മൈനസ് ഫസ്റ്റ് ടേം എന്താണ്? -1. 1 - +1 ഈസ് ഈക്വൽ ടു 2. അതാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ടേം -1, രണ്ടാമത്തെ ടേം എന്താണ്? 1. അതിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ തൊട്ട് 3. അതിനോട് വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ തൊട്ട് 5. അതിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ തൊട്ടും 7. -1, 1, 3, 5, 7. ഇതാണ് അരിത്തമെറ്റിക് സീക്വൻസ്. ഇതിൻ്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? nth ടേം. അപ്പോൾ T is equal to a plus n minus 1 into d ആണ്. ഇവിടെ a എത്ര? ഫസ്റ്റ് ടേം -1 പ്ലസ് നമ്പർ ടേംസ് അറിഞ്ഞൂടാ -1 ഇൻറ്റു കോമൺ ഡിഫറൻസ് ഇതാണ് 2. -1 2 പ്ലസ് 2 ഇൻറ്റു n എന്നാണ് 2n. 2 ഇൻറ്റു -1 എന്നാണ് -2. ആദ്യം 2n എഴുതി. -1 -2 ഒരേ സൈനാണ് അല്ലേ? -1ഉം -2 ഒരേ സൈൻ. അതുകൊണ്ട് നമ്മൾ ഇത് ആഡ് ചെയ്യും അല്ലേ? അപ്പോൾ അത്ര കിട്ടും -1ഉം -2 -3. 2 - 3 ആണ് ഇവിടുത്തെ ആൻസർ. മനസ്സിലായല്ലോ? അതിൽ അത്രയും ക്വസ്റ്റ്യൻ മതി. ബാക്കി ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ഇൻ ഹെർട്സ് ദ സം
ദ സംസ് ഓഫ് ദ ഫോളോയിങ് അരിത്തമെറ്റിക് സീക്വൻസസ് അല്ലേ, എല്ലാം കൂടെ പ്ലസ് ചെയ്ത് എഴുതി ചെയ്യാനാണ് പറഞ്ഞത്. എല്ലാം പ്ലസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. എത്ര 51 പ്ലസ് 52 പ്ലസ് 53 പ്ലസ് ചുമ്മാ ഇരുന്ന് കൂട്ടിയാൽ പോരാ. 51 പ്ലസ് 52 പ്ലസ് 53 പ്ലസ് അങ്ങനെ ഏതുവരെ 70 പ്ലസ് 70. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഏതാണ്? T1 എന്ന് പറയുന്നതാണ് 51. ലാസ്റ്റ് ടേം ഏതാണ്? 70. പക്ഷേ അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്താണ്? ഡി എന്താണ്? 1 ആണ് അല്ലേ. ഏത് മൈനസ് 52 നിന്ന് 51 മൈനസ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി ഇതിനകത്ത് എത്ര ടേംസ് ഉണ്ട്? നമ്പർ ഓഫ് ടേംസ് നോക്കാം. ലാസ്റ്റ് ടേമിൽ നിന്ന് ഏത് മൈനസ് ചെയ്യണം? ഫസ്റ്റ് ടേം. അതിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പ്ലസ് എന്താണ്? 1. ലാസ്റ്റ് ടേം എന്താണ്? 70 അല്ലേ. 70 മൈനസ് ഫസ്റ്റ് ടേം എന്താണ്? 51 ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് ഡി എന്താണ്? 1. കിടന്നോട്ടെ അടിയിൽ പ്ലസ് 1. 70 നിന്ന് 51 മൈനസ് ചെയ്യാം. 70 മൈനസ് 51 19 പ്ലസ് 1 എത്ര? ആൻസർ 20. ഇതാണ് കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് എത്ര ടേംസ് ഉണ്ട്? 20 ടേംസ് ഉണ്ട്. ടോട്ടൽ എത്ര ടേംസ് ഉണ്ട്? അത് 51 പ്ലസ് 52 പ്ലസ് 53 പ്ലസ് 54 പ്ലസ് 55 പ്ലസ് 56 പ്ലസ് 57 എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നതിലാണ് 70-ലാണ്. ടോട്ടൽ 20 ടേംസ് ഉണ്ട്. ഇനി മൊത്തത്തിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര ഉണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു ഏത് ഫോർമുലയാണ്? n/2 ഇൻറ്റു പറയും ഫസ്റ്റ് ടേം ഉണ്ട് ലാസ്റ്റ് ടേം ഉണ്ട്. അപ്പോൾ അത് കൊടുത്താൽ പോരെ. ഫസ്റ്റ് ടേം അല്ലേ T1 പ്ലസ് എന്താണ്? Tn. അപ്പോൾ n നമ്പർ ടേംസ് എത്ര പറഞ്ഞിരിക്കുന്നു? 20/2 ഇൻറ്റു T1 എത്രയാണ്? 51 പ്ലസ് Tn ലാസ്റ്റ് ടേം എന്താണ്? 70. അപ്പോൾ 20/2 ഇൻറ്റു രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടും 121. അപ്പോൾ എത്ര ആൻസർ? 1210. ഇതാണ് ഇവിടുത്തെ ആൻസർ. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ എസ് അതിൻ്റെ സം കണ്ടുപിടിച്ചു. എത്രയാണ്? 1210 ആണ് എൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ്? 1 and 1/2, 2 and 1/2, പിന്നെ അടുത്തതായിരിക്കും 3 and 1/2. അങ്ങനെ ആയിരിക്കണം അല്ലേ. ലാസ്റ്റ് എന്താ വരുന്നത്? 12 and 1/2. 1 and 1/2. അടുത്തെന്താ? 2 and 1/2. അങ്ങനെ 12 and 1/2. അപ്പോൾ ഇത് മുതൽ ഇതിലുള്ള ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കണം. അല്ല കോമല്ല പ്ലസ് ആണ് അല്ലേ. പ്ലസ് കിട്ടിയിരുന്നു. ഓക്കെ, നമുക്ക് ഇതിനകത്ത് എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. മതി. ഫസ്റ്റ് ടേം T1 എന്താണ്? 1 and 1/2. ലാസ്റ്റ് ടേം എന്താണ്? 12 and 1/2. ഇനി അതിൻ്റെ ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് നമുക്ക് നോക്കാം. കോമൺ ഡിഫറൻസ് ആണ് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് മൈനസ് ചെയ്യാം. 2 and 1/2 മൈനസ് 1 and 1/2. 2 and 1/2 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? 2.5 എന്നാണ്. 1 and 1/2 എന്താണ്? 1.5 മൈനസ് സിമ്പിൾ എത്ര? ആൻസർ 1. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താണ്? 1 ആണ്. ഇനി ഇതിനകത്ത് എത്ര ടേംസ് ഉണ്ടോ നോക്കണം. നമ്പർ ഓഫ് ടേംസ് n is equal to ലാസ്റ്റ് ടേം n is equal to ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ഇവിടെ ലാസ്റ്റ് ടേം എത്ര പറഞ്ഞിരിക്കുന്നു? 12 and 1/2 മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞിരിക്കുന്നു 1 and 1/2 ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് എത്രയാണ്? 1 അല്ലേ. പ്ലസ് 1. 12 and 1/2 മൈനസ് 1 and 1/2. അപ്പോൾ 12.5 നിന്ന് ഏത് 1.5 മൈനസ് ചെയ്യാം. 0 1 1 11/1. അപ്പോൾ എന്താണ്? 11 തന്നെയാണ്. പ്ലസ് പിന്നെ എന്താണ്? 1 ഈസിക്കൽ 12. അപ്പോൾ ഇത് മുതൽ ഇതുവരെ ഇതിനകത്ത് എത്ര ടേംസ് ഉണ്ടെന്ന് അർത്ഥം? 12 ടേംസ് ഉണ്ട് അല്ലേ. 12 ടേംസ് ആണ് ഇതിനകത്തുള്ളത്. ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സം കണ്ടുപിടിക്കുക. എസ് ഇസ് ഈക്വൽ ടു ഏത് ഫോർമുല? ഫസ്റ്റ് ടേം ഉണ്ട് ലാസ്റ്റ് ടേം ഉണ്ട് അല്ലേ. n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് എന്താണ്? ലാസ്റ്റ് ടേം T1 പ്ലസ് Tn. ഇവിടെ നമ്പർ ടേംസ് എന്താണ്? എത്രയുണ്ട്? 12 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ടേം ഏതാണ്? 1 and 1/2 പ്ലസ് ലാസ്റ്റ് ടേം എന്താണ്? 12 and 1/2. അപ്പോൾ 12/2 ഇൻറ്റു 1 and 1/2 12 and 1/2. അപ്പോൾ എങ്ങനെ ആഡ് ചെയ്യും?
നമുക്ക് ഇവിടെ ആഡ് ചെയ്താൽ പോരെ. ഇവിടെ നമ്മൾ അത് മൈനസ് ചെയ്തു, ഇല്ല നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ആഡ് ചെയ്യണം അല്ലേ. 1/1/2 എന്താണ് 1.5, 12 and 1/2 12.5. ആഡ് ചെയ്യുമ്പോൾ 0 4 1 14 14 കിട്ടി. എത്ര കിട്ടി? 12 into 4 എത്ര? 84. ഇതാണ് ആൻസർ. അപ്പോൾ ഇത്രയും ടേംസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 84. അതാണ് അതിൻ്റെ സം, അതിൻ്റെ തുക. അടുത്ത ക്വസ്റ്റ്യൻ 1/2 plus 1 plus 1 and 1/2. 1/2 plus 1 plus 1 and 1/2 plus 2 plus 2 and 1/2 plus അങ്ങനെ എന്താണ് 12 and 1/2. നമുക്ക് നോക്കാം. ഇത് മുതൽ ഇതുവരെയുള്ള ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ നമുക്ക് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് T1 എന്താണ് 1/2. ലാസ്റ്റ് ടേം Tn എന്താണ് 12 and 1/2. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ഡി കണ്ടുപിടിക്കാം. ഡി സിക്കൽ ടു സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യാം. 1 minus 1/2. ഇത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. 1 minus 1/2 എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 2 into 1 2 2 minus 1 എന്താണ് -1 അല്ലേ. 2 into 1 2 2 minus 1 എന്താണ് 1 1/2. അതാണ് എൻ്റെ ആൻസർ. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? 1ൽ നിന്ന് ഏത് മൈനസ് ചെയ്യണം? 1/2 അല്ലേ. അപ്പോൾ 1ൽ നിന്ന് 1/2 എന്ന് പറയുന്നത് എന്താണ്? 0.5. 10ൽ നിന്ന് 5 മൈനസ് എന്താണ് 5 0 0.5. അതിന് പകരം അല്ലെങ്കിൽ എന്ത് കൊടുക്കുക? 1/2 കൊടുത്താൽ മതി. ഈ ഫോമിൽ തന്നെ കൊടുക്കുക. അപ്പോൾ ഡി കോമൺ ഡിഫറൻസ് എന്താണ് 1/2. അങ്ങനെ എടുത്തോട്ടെ. ഒന്നുകിൽ എന്താണ് 0.5 കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് കൊടുക്കുക 1/2. അപ്പോൾ ഇവിടെ എല്ലാം ഈ ഫോമിലായതുകൊണ്ട് നമുക്ക് ഇവിടെ എന്തിനെ കൊടുത്താൽ മതി? 1/2 എന്ന് കൊടുത്താൽ മതി. ഇനി അടുത്ത് ഇതിൻ്റെ നമ്പർ ഓഫ് ടേംസ് പിടിക്കാം. n is equal to ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ലാസ്റ്റ് ടേം എന്താണ് 12 and 1/2 മൈനസ് T1 എന്താണ് 1/2 ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് എന്താണ് 1/2 പ്ലസ് 1. ഇതിനെ എന്ത് പറയാം? 12 and 1/2 എന്ന് പറയുമ്പോൾ 12.5 മൈനസ് 1/2 എന്ന് പറയുമ്പോൾ 0.5 0 2 1. അപ്പോൾ അത്ര 12 അടിയിലെന്തുണ്ട് 1/2 പ്ലസ് 1. ഇനി അടുത്ത് ചെയ്യേണ്ടത് 12 എഴുതി ഈ 1/2ൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, അല്ലാതെ ഇതിൻ്റെ ഡിവിഷൻ പറ്റില്ല. എന്താ കൊടുക്കേണ്ടത്? 12 into എന്താണ് 1/2 അതിനെ തിരിച്ചിടുമ്പോൾ 2/1 പ്ലസ് പിന്നെ എന്തുണ്ട് ഒരു 1 ഉണ്ട്. അപ്പോൾ 22 into 2 എന്താണ് 20 അല്ല 12 into 2 എന്താണ് 24 പ്ലസ് 1 is equal to 25. അപ്പോൾ ഇതിനകത്ത് എത്ര ടേംസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നു? 25 പദങ്ങളുണ്ട്. അപ്പോൾ ഈ തന്നിട്ടുള്ള ശ്രേണിയിൽ എത്ര പദങ്ങളാണുള്ളത്? 25 പദങ്ങൾ കേട്ടോ. ഈ തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട്? 25 ടേംസ്. അപ്പോൾ അത് നമ്പർ ടേംസ് കണ്ടുപിടിച്ചു. ഇനി അടുത്ത അതിൻ്റെ സം കണ്ടുപിടിക്കുക. S is equal to n/2 into T1 plus എന്താണ് Tn. നമ്പർ ഓഫ് ടേംസ് എത്ര കിട്ടി? 25 by 2 into T1 എത്ര 1/2 പ്ലസ് ലാസ്റ്റ് ടേം എന്താണ് 12 and 1/2 2 by 25 by 2 into ഇതെത്ര 1/2 ഇതാണ് 12 and 1/2. എങ്ങനെ ആഡ് ചെയ്യാം? 12.5നോട് കൂടി 0.5 ആഡ് ചെയ്യാം 13. അപ്പോൾ 30 ആൻസർ 13. ഇവിടെ വെട്ടാനൊന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 25നെ 13 കൊണ്ട്, കാരണം ഇത് ഈ 2 കൊണ്ട് വെട്ടണമെങ്കിൽ മേലുള്ള നമ്പേഴ്സ് എന്തായാലും ഈവൻ നമ്പേഴ്സ് ആയിരിക്കണം അല്ലേ. അപ്പോൾ 25നെ 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 25 into എത്ര 13 325 ഡിവൈഡ് ബൈ എന്താണ് 2. ഇതിൽ 325നെ എന്ത് ചെയ്യാം? 2 ഡിവൈഡ് ചെയ്യാം. 2 times 4 1. ഇതിനെ ഡെസിമൽ ആക്കണ്ട.
ഇവിടെ പോയിന്റ് എടുത്ത് 0 എടുത്ത് പിന്നെ എന്താണ് 5 ടൈംസ് 62.5 എന്ന് എഴുതണ്ട. ഇവിടെ ഇപ്പോൾ ഈ ഫോമിൽ തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിനെ ഫ്രാക്ഷൻ ആയിട്ട് തന്നെ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. 162 ആൻഡ് ദ ആൻസർ 162 ആൻഡ് 1/2. ഇതാണ് എൻ്റെ ആൻസർ. ഇതാണ് ആൻസർ 162 ആൻഡ് 1/2.